എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പറ്റേക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ് എൻ്റെ യൂട്യൂബ് ചാനലാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് വെരി ടഫ്. ഡെത്ത് ഈസ് വെരി ഈസി. ലൈഫ് ബ്യൂട്ടിഫുള്ളാണ്, ജീവിച്ച് തീർക്കാൻ കുറേ പണികളുണ്ട്. ലൈഫ് വെരി ഷോർട്ട്, കുറച്ചുള്ളൂ. അത് നമ്മൾ നന്നായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴങ്ങനെയാണ് നമ്മൾ സന്തോഷത്തിൽ പോകാൻ സാധിക്കുക. അപ്പം നമുക്ക് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആവും. ഡെത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോൾ വേണേൽ ചെയ്യാവുന്നൊരു കാര്യം. കാരണം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് കുറേ മാർഗ്ഗങ്ങളുണ്ട്. എസ്പെഷ്യലി കേരളത്തിൽ, ഗൾഫിലൊക്കെ ലിപ്റ്റൻ ടീ എന്നാണ് പറയാം എല്ലാവരും അറബികൾ. ലിപ്റ്റൻ, അത് ലിപ്റ്റു എന്ന് പറയും അറബിയിൽ. അപ്പോൾ അത് നമ്മളെ കളിയാക്കി പറയുന്നതല്ല, അതുള്ള സംഭവമാണ്. കൂടുതലും മലയാളികൾ മരിക്കുന്നത് തൂങ്ങിമരണമാണ്. അപ്പോൾ നമ്മൾ മരണത്തിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ കാരണം, നമ്മൾ സന്തോഷം വരുമ്പോൾ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യും, സങ്കടം വരുമ്പോൾ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയും. ഇത് രണ്ടും വേണ്ട, എക്സ്ട്രീമിലേക്ക് പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് പോവുകയാണെങ്കിൽ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ നമ്മൾ തരണം ചെയ്ത് വീണ്ടും നമ്മൾ നമ്മൾ പഴയതിലേക്ക് തന്നെ തിരിച്ച് കയറി വരും. എന്തായാലും ഡിപ്പുകൾ വരും. റോഡ് നമുക്ക് മുഴുവനും ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പോൾ നമുക്ക് കുറേ ഗട്ടറുകൾ ചിലപ്പോൾ കിട്ടാം. ഒന്നുമില്ലാണ്ട് പോണെങ്കിൽ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ അത് നടന്നൊന്നും വരില്ല. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് പോവും. അതേമാതിരി തന്നെയാണ് നമ്മളൊരു ജേണിയാണ്, അത് ഷോർട്ട് ജേണിയാണ്. നമ്മൾ കുറേ ഉണ്ടെന്നൊന്നുമില്ല, കുറേ ഒന്നുമില്ല. അപ്പോൾ മരണം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. മരണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാണ്. മറ്റുള്ളവരെ, നമ്മളെ വീട്ടുകാരെക്കുറിച്ച് ഒന്നും ചിന്തിക്കാണ്ട് അവർക്ക് ഫുൾ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഒളിച്ചോടുന്നതിൽ ഒരു കാര്യമില്ല. ജീവിതം സന്തോഷിച്ച് ജീവിക്കാനുള്ളതാണ്. അതിൽ നമ്മൾ കുറേ കൃത്യനിഷ്ഠകൾ പാലിക്കണം, കുറേ കടമ്പകൾ കടക്കേണ്ടി വരും, കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. എന്തായാലും നമ്മൾ ഭഗവാനിൽ വിശ്വസിച്ച് എന്തായാലും നമുക്ക് ഇത്ര നല്ലൊരു ലൈഫ് തന്നിട്ടുണ്ടെങ്കിൽ, അതും കേരളമായുള്ള സുന്ദരമായ ഈ ഒരു സ്റ്റേറ്റിൽ, അതും തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് ജനിക്കാനും ഇവിടെ സുഖമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാതരത്തിനും സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും. പറഞ്ഞ മാതിരി, കാരണം വെച്ചാൽ ഒരു രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, ഒരു വെളിച്ചുണ്ടെങ്കിൽ ഒരു ഇരുട്ടുണ്ട്. അതേമാതിരി ഒരു ജീവിതത്തിന് ഒരു മോശം വശം ഉണ്ടെങ്കിൽ അതിന് നല്ല വശം ഉണ്ടാവും. പ്രതീക്ഷകൾ എപ്പോഴും വേണം. നല്ലതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മരണം എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല, അതൊരു ശരിക്കും ഒളിച്ചോട്ടാണ്. അതിനെ ശ്രമിക്കാതിരിക്കുക. ഇപ്പോൾ ധാരാളം കൂടി വരുന്നുണ്ട് കുട്ടികളായാലും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും ഫേസ് ചെയ്തിട്ടില്ല. അവർ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്യാണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൊബൈലും അതും ഇതൊക്കെയായി നമ്മൾക്ക് ഇത് മരിക്കാൻ വരെ ഇത് യൂട്യൂബിൽ നോക്കി മരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ മാറ്റി ചിന്തിക്കണം. നമ്മൾ ജീവിച്ച് കാണിക്കണം, അല്ലാണ്ട് മരിച്ച് കാണിക്കില്ല ആർക്കും പറ്റും. അപ്പോൾ ജീവിച്ച് കാണിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.